വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ T20 മത്സരത്തിലും വീണ്ടും സഞ്ജു സാംസണും ഇഷാൻ കിഷനും നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. 5 മത്സരങ്ങളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും കളിക്കുന്നത്. അതിൽ ആദ്യ മത്സരത്തിലാണ് നിരാശപ്പെടുത്തുന്ന പ്രകടനം. പക്ഷേ മത്സരത്തിന് റിസൾട്ട് ഇല്ലാതെ പോകുന്നു. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് 189 റൺസ് എടുക്കുന്നു. മഴ കാരണം മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങാൻ പോലും ഇംഗ്ലണ്ടിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യ മത്സരം റിസൾട്ട് ഇല്ലാതെ പോവുകയാണ് ചെയ്തത്. പക്ഷേ ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ഭാഗത്ത് നോക്കുമ്പോൾ സഞ്ജു സാംസണും ഇഷാൻ കിഷനും മോശം ഫോം തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. എങ്കിലും തകർന്നുപോയ ഇന്ത്യക്ക് രക്ഷകരായത് അഭിഷേക് ശർമ്മയും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറും ശിവം ദൂബെയുമാണ്. അഭിഷേക് ശർമ്മ 24 പന്തുകൾ നേരിട്ട് 59 റൺസാണ് നേടിയത്. 4 സിക്സുകളും 6 ഫോറുകളും അടങ്ങുന്നതായിരുന്നു അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സ്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 1 സിക്സും 6 ഫോറും അടക്കം 47 പന്തിൽ 69 റൺസാണ് നേടിയത്. ഫിനിഷിംഗിൽ ശിവം ദൂബെയുടെ പ്രകടനം തന്നെയാണ് 189 എന്ന മാന്യമായ സ്കോറിലേക്ക് ഇന്ത്യ എത്തിച്ചത്. 21 പന്തുകൾ നേരിട്ട് 43 റൺസാണ് ശിവം ദൂബെ നേടിയത്. 2 ഫോറുകളും 3 സിക്സുകളും അടങ്ങുന്നതായിരുന്നു ശിവം ദൂബെയുടെ ഇന്നിംഗ്സ്. മത്സരത്തിന് റിസൾട്ട് ഇല്ലാതെ പോയെങ്കിലും ടീം 11-ൽ മാറ്റം വരുത്താൻ ഈ ഒരു മത്സരം കാരണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അയർലൻഡിനെതിരെ മോശം ഫോം തുടരുന്ന സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ 2 വിക്കറ്റ് കീപ്പർ ബാറ്റർമാരും വീണ്ടും നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇംഗ്ലണ്ടിനെതിരെയും കണ്ടത്. അതുകൊണ്ട് തന്നെ ജൂലൈ 4 ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ തീർച്ചയായിട്ടും 11-ൽ മാറ്റം വരുത്താൻ തന്നെയാണ് ടീം മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ എന്ന് പുറത്തു വരുന്നു. 2 വിക്കറ്റ് കീപ്പർമാരിൽ ഒരാൾ മാത്രം മതി എന്നുള്ളത് തന്നെയാണ്. ആർക്കാണ് നഷ്ടപ്പെടുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. എങ്കിലും കൂടുതൽ സാധ്യത അവിടെ ഇഷാൻ കിഷന്റെ സ്ഥാനം നഷ്ടമാകാനാണ്. കാരണം ഇവർക്ക് പകരം കൊണ്ടുവരാനിരിക്കുന്നത് വൈഭവ് സൂര്യവംശിയാണ്. ഇടം കയ്യൻ ബാറ്ററായ വൈഭവ് സൂര്യവംശിയെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഇടം കയ്യൻ ബാറ്ററായ ഇഷാൻ കിഷനെ മാറ്റി നിർത്താൻ തന്നെയാണ് സാധ്യതകൾ ഏറെയും. ഓപ്പണിംഗിൽ സഞ്ജു സാംസണും അഭിഷേകും തുടരുമ്പോൾ 1 ഡൗൺ ആയി സൂര്യവംശിയെ കൊണ്ടുവരാനുള്ള ഒരു നീക്കമായിരിക്കും നടക്കുക. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ വീണ്ടും സേഫ് ആകും എന്ന് തന്നെയാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. സഞ്ജുവിനെ മാറ്റി സൂര്യവംശിയെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർമാരുടെ ഒരു ഘോഷയാത്രയായിരിക്കും ബാറ്റിംഗ് ലൈനപ്പിൽ. അതുകൊണ്ട് തന്നെ അത്തരമൊരു പരീക്ഷണത്തിന് സാധ്യത വളരെ കുറവാണ്. തിലക് വർമ്മ ലെഫ്റ്റ് ഹാൻഡർ ആയിട്ടുണ്ട്, അഭിഷേക് ശർമ്മയുണ്ട്, ശിവം ദൂബെയുണ്ട്. അതിന് പുറമെ ഇഷാൻ കിഷൻ നിലവിലുണ്ട്. സഞ്ജു സാംസനെ പുറത്താക്കി സൂര്യവംശിയെ കൊണ്ടുവരുമ്പോൾ 5 ഇടം കയ്യൻ ബാറ്റർമാർ വരും. അതൊരിക്കലും ഗുണകരമല്ല ബാറ്റിംഗ് ലൈനപ്പിന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇഷാൻ കിഷനെ മാറ്റി നിർത്തിക്കൊണ്ട് സൂര്യവംശിയെ കൊണ്ടുവരാനുള്ള ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. തൻ്റെ ആദ്യ മത്സരത്തിനായി തയ്യാറായിക്കൊള്ളാൻ സൂര്യവംശിക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു എന്നും വാർത്തകൾ പുറത്തു വരുന്നു. ശനിയാഴ്ച ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയൊരു റെക്കോർഡായി മാറും. കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങുന്ന താരമെന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ ആ റെക്കോർഡ് സൂര്യവംശിയിലേക്ക് വന്നെത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ഭാഗത്തു നിന്ന് എത്ര കണ്ട് സഹകരണം ഉണ്ടാകും എന്നതും വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. കാരണം മോശം ഫോം തുടരുന്ന സഞ്ജു സാംസണും ഇഷാൻ കിഷനും വിക്കറ്റ് കീപ്പർമാരായ 2 ബാറ്റർമാരും ഒരുമിച്ച് ഇനി 11-ൽ വേണ്ടതില്ല എന്ന ഗൗതം ഗംഭീറിൻ്റെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുത്താണ് സൂര്യവംശിയെ 11-ൽ ഉൾപ്പെടുത്താനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-ൽ ഒരാൾ പുറത്തു പോകൽ നിർബന്ധമാണ്. അതിനോട് എത്ര കണ്ട് ശ്രേയസ് അയ്യർ സഹകരിക്കും എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട്. കോച്ചിനും ക്യാപ്റ്റനും ഇടയിൽ അത്തരത്തിലുള്ള അഭിപ്രായപരമായ ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 11-ൽ ഒരു മാറ്റം വരികയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ക്യാപ്റ്റന്റെ അനിഷ്ടത്തിലൂടെ മാത്രമായിരിക്കും അത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടാവുക. അത് ടീമിന്റെ പ്രകടനത്തെ എത്ര കണ്ട് ബാധിക്കുമെന്നുള്ളതും നോക്കിക്കാണേണ്ടതുണ്ട്. അയർലൻഡിനെതിരെ 2 മത്സരങ്ങളും പരാജയപ്പെട്ട് പരമ്പര നഷ്ടപ്പെട്ട് നാണം കെട്ട് നിൽക്കുന്ന ടീമിന് ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. അതിന് എന്ത് വില കൊടുത്തും വിജയം പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കങ്ങൾ തന്നെയായിരിക്കും കോച്ചും ടീം മാനേജ്മെൻറ്റും നടത്തുക. അത്തരത്തിലുള്ള നീക്കത്തോട് ക്യാപ്റ്റൻ സഹകരിക്കുക മാത്രമാണ് ചെയ്യാനുള്ളത്. അതല്ലെങ്കിൽ ഇതിലും വലിയ ദുരവസ്ഥയിലേക്ക് ടീം നിലം പതിക്കും. അത്തരത്തിലുള്ള ഒരു അധപ്പതനം ഒഴിവാക്കണമെങ്കിൽ, ടീമിന് തിരിച്ചു വരാൻ കഴിയണമെങ്കിൽ വൈഭവ് സൂര്യവംശിയെ 11-ൽ ഉൾപ്പെടുത്തിയേ മതിയാകൂ എന്നുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ശനിയാഴ്ച നടക്കാൻ പോകുന്ന ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ തീർച്ചയായിട്ടും സൂര്യവംശിയുടെ അരങ്ങേറ്റം ഉണ്ടാകും എന്നതിൽ 100% ഉറപ്പിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.